ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ സയൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. 10th പ്രിലിംസിനൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. ഇത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാട്ടോ. അതിൽ സയൻസ് മാത്രം ഞാനിങ്ങ് എടുത്തതാണ്. 10th പ്രിലിംസിനായിക്കോട്ടെ, വേറെ ഏത് എക്സാം ആയിക്കോട്ടെ, ഇനി നമ്മൾ വരാൻ പോകുന്ന LP-UPക്ക് പഠിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഉപകാരപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാമെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം നോക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നോക്കണ്ട, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പം അഷ്ടക നിയമമൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും കുറയില്ല. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻസ് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഉടനെ ആൻസർ പറയുന്നതായിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പം ന്യൂലാൻഡ്സ് ആണ് ആൻസർ വരുന്നത്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. എന്താണ് ഈ അഷ്ടക നിയമം? അദ്ദേഹം മൂലകങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ച സമയത്ത് 8ാമത് വരുന്ന മൂലകം ഫസ്റ്റ് വരുന്ന മൂലകത്തിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. ആദ്യം വരുന്ന മൂലകത്തിൻ്റെ ആവർത്തനമാണ് 8ാമത് ആവർത്തിച്ചു വരുന്ന മൂലകത്തിനുള്ളത് എന്ന് കണ്ടെത്തി. പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പരിമിതി? അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. അതാണ് ഈ അഷ്ടക നിയമത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ നിയമങ്ങൾ ഇങ്ങനെ ആവിഷ്കരിച്ചത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് ഒന്ന് പരിചയപ്പെടാം. ന്യൂലാൻഡ്സിനെ നമ്മൾ പരിചയപ്പെട്ടു, അഷ്ടക നിയമം. ഇനി ഹെൻറി മോസ്ലിനെ കുറിച്ച് എന്താ പറയുക? ആധുനിക പീരിയോഡിക് നിയമം പഠിച്ചു വെച്ചോളുക. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഓക്കെ. ഇനി ഡോബറൈനറിൻ്റെത് എന്താണ്? ഡോബറൈനറിൻ്റെത് ത്രികങ്ങളാണ്, ത്രികങ്ങൾ. ഓക്കെ. ഇനി മെൻഡലിയേഫിനെ പറ്റി എന്താ നമുക്ക് എഴുതാനുള്ളത്? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ഇവിടെ എഴുതി വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സുഖമായിരിക്കും. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആരാണ്? മെൻഡലിയേഫ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് LDC പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2023 കേട്ടോ. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം നമ്പറാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ഓർഡറിൽ പറഞ്ഞു പോവുക കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്ത് വരുന്ന വാതകം ഏതാണ്? അത് നിങ്ങൾക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ രാസസൂത്രം എഴുതി വെക്കുമ്പോൾ തന്നെ കിട്ടും. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഓക്സിജൻ ആണ് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്ത് വരുന്ന വാതകം ഓക്സിജൻ ആണ്. ഇനി ആറാമത്തത്, ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകം. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയിട്ടുള്ളത് ഏതിനാണത്? അത് നിഹോണിയമാണ് കേട്ടോ. നിഹോണിയം. അതിൻ്റെ നമ്പർ, അറ്റോമിക നമ്പർ ഓർത്ത് വെച്ചോളൂ, 113 ആണ്. 113. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്താണ്? കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് ഇത് കൊടുത്തിട്ടുള്ളതിൽ ഏത് ജീവിയാണെന്ന് അറിയാവോ? കൊതുകല്ല, കുരങ്ങാണ് കേട്ടോ. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് കുരങ്ങ് പരത്തുന്ന ഒരു രോഗമാണ്. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? അത് നിക്കൽ കാഡ്മിയം സെല്ലാണ് കേട്ടോ. നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഇതിനൊക്കെ ഓരോ കോഡൊക്കെ ഞാൻ മുമ്പ് ഏതൊക്കെയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. ലിഥിയം അയോൺ സെല്ല് ഏതിലൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, സെൽഫോണ്, അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ലിഥിയം അയോൺ സെല്ലാണ്. ഡ്രൈ സെല്ല് എന്തിലൊക്കെ ഉപയോഗിക്കുക? ഡ്രൈ സെല്ല് ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഓക്കെ. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? നിക്കൽ കാഡ്മിയം സെല്ലാണ്. മെർക്കുറി സെല്ല് പിന്നെ അറിയാമല്ലോ. ഇനി നമ്പർ നോക്കുന്നില്ല. നമ്പർ 32, ക്ലോണിങ്ങിലൂടെ ലഭിച്ച മൃഗങ്ങളെ ചുവടെ ചേർക്കുന്നു. ഇതിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ചെമ്മരിയാട് ഡോളി ശരിയാണ്. പൂച്ച കാർബൺ കോപ്പി ശരിയാണ്.
എലി റാൽഫും ശരിയാണ്. ഈ കുരങ്ങ് ഇഞ്ചാസ് എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കുരങ്ങ് റെട്രോ ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതാണോ ഇവിടെ വരേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് കേട്ടോ. നമ്മളോട് ജോഡി തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ചോദ്യം നമ്പർ 45 ഷെല്ലുകളെ KLMN എന്ന് സൂചിപ്പിക്കുന്ന ആറ്റം മാതൃക ഏതാണ്? ഷെല്ലുകളെ KLMN എന്ന് സൂചിപ്പിക്കുന്ന ആറ്റം മാതൃക അതേതാണ് വരിക? അത് ഓപ്ഷൻ സി ആണ്. ബോർ ആറ്റം മാതൃകയാണ് ശരിയായ ഉത്തരം. ബോർ ആറ്റം മാതൃക. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ മാതൃകകളും നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. തോംസൺ ആറ്റം മാതൃക ഏതാണ്? അതെ, അത് പ്ലം പുഡിംഗ് മാതൃകയാണ് കേട്ടോ. പ്ലം പുഡിംഗ് മാതൃകയാണ്. ഇനി റൂദർഫോർഡ് ആറ്റം മാതൃക ഏതാണ്? അത് സൗരയൂഥ മാതൃകയാണ്. സൗരയൂഥ മാതൃക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 49 നമ്പർ. മനുഷ്യൻ്റെ ചെവിക്ക്, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്. എത്രയോ ഒരു ഡെസിബൽ, ഡെസിബൽ നമ്മൾ അതാണല്ലോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം എത്രയോ ഒരു ഡെസിബലിൽ കൂടുതൽ മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കും. അത് എത്രയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 120 ഡെസിബലിൽ കൂടിയാലാണ് അത് മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി 50ാമത്തെ ചോദ്യം. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതിനാണ് ഓപ്ഷൻസ് കൂടി നമ്മൾ പരിചയപ്പെട്ടു പോകുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസീമ. പഠിച്ചു വയ്ക്കുക, എംഫിസീമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന കണ്ണിലെ ഭാഗം ഏതാണ്? അപ്പോൾ കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് ഈ ഒരു ശസ്ത്രക്രിയയുടെ പേര്. ഓക്കെ, കണ്ണെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണോ? അല്ല. കണ്ണിൽ ഏത് ഭാഗമാണ് മാറ്റിവെക്കപ്പെടുന്നത്? അത് കോർണിയയാണ്. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, സോറി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 54. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5 ആണ്. ഡിസംബർ 5 പഠിച്ചു വെക്കുക, ലോക മണ്ണ് ദിനം. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ഇനി മാർച്ച് 22 എന്താണ്? അത് ജലദിനമാണ്. അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ? അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നവംബർ 10 എന്താണ്? അന്താരാഷ്ട്ര ശാസ്ത്രദിനം. അന്താരാഷ്ട്ര ശാസ്ത്രദിനമാണ്. പഠിച്ചല്ലോ. ഫെബ്രുവരി 2, മാർച്ച് 22, നവംബർ 10, ഡിസംബർ 5 നമ്മൾ പറഞ്ഞു ലോക മണ്ണ് ദിനം. ഓക്കെ ആണേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 57 ആണ് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? അപ്പം സമയവും താപനിലയും പ്രകാശ തീവ്രതയൊക്കെ അടിസ്ഥാന അളവിൽ വരുന്നതാണ്. ഭാരമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 58. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ശ്രദ്ധിക്കുക, ഇരുമ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. വിറ്റാമിൻ സി ആണ് ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നത്, ഉത്തേജിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നത് ഏതാണ്? അത് വിറ്റാമിൻ ഡി ആണ്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. വിറ്റാമിൻ സിൻ്റെ അഭാവം മൂലമുണ്ടാവുന്നത് ഏതാണ്? സ്കർവിയാണ്. എളുപ്പമാണ് പഠിക്കാൻ. ഡീൻ്റെതാണെങ്കിൽ ഏതാണ്? റിക്കറ്റ്സ് ആണ്. പിന്നെയോ വിറ്റാമിൻ കെക്ക് നമുക്ക് എന്ത് പറയാം? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ ഇയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ എന്ന പേര് കൊണ്ടുവന്നത് ആരാ? അതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം. അത് കാസിമർ ഫംഗ് ആണ് കേട്ടോ. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഈ തത്വം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഉപകരണം ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അതേതാണ്? അത് ഓപ്ഷൻ എ തന്നെയാണ്, ട്രാൻസ്ഫോമർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 70 ക്വസ്റ്റ്യൻ നമ്പർ. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? അത് നമുക്കറിയാം, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഘർഷണബലം കുറയ്ക്കാൻ. ഓക്കെ, ഘർഷണബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നമുക്ക് പെട്ടെന്ന് സി വി രാമനെയോ അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസനൊക്കെ എഴുതാൻ തോന്നും. പക്ഷേ ആൻസർ ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു ആണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി അടുത്ത ചോദ്യം 75. ഗുരുത്വാകർഷണ സ്ഥിരാങ്ക മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ സി, ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ഇനി 77 ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറാണ്. ഉറക്കത്തിന് കാരണമായ ഹോർമോൺ ഏതാണ്? ഉറക്കത്തിന് കാരണമായ ഹോർമോൺ അത് ഓപ്ഷൻ ബി ആണ്, മെലാട്ടോണിൻ ആണ് ശരിയായ ഉത്തരം. മെലാട്ടോണിൻ. അഡ്രിനാലിൻ എന്താ അറിയപ്പെടുന്നത്? അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാട്ടോ, അടിയന്തര ഹോർമോൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉറക്കത്തിന് കാരണമായ ഹോർമോൺ അത് മെലാട്ടോണിൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 2 3 4 ഒരു 18 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റിയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പല സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏത് എക്സാമിനാണെങ്കിലും ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, താങ്ക് യു.